മക്കളെ, നമുക്ക് 4ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് പരീക്ഷ വരികയാണ് അല്ലേ? 2ാം പാദവാർഷിക പരീക്ഷ. അപ്പോൾ 2ാം പാദവാർഷിക പരീക്ഷ മലയാളത്തിൻ്റെ ഒരു ചോദ്യപേപ്പർ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എളുപ്പമാവും. നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ നോക്കിയാലോ? മക്കൾ ചാനലിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഹർഷ മിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കഥ വായിച്ച് ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതാനാണ്. എന്താ കഥ? സ്കൂളിൽ നിന്ന് നാളെ വിനോദയാത്ര പോവുകയാണ്. രാത്രി ഒരുപാട് വൈകിയിരിക്കുന്നു. ഉറക്കം വരുന്നില്ലല്ലോ. തണുത്ത തെക്കൻ കാറ്റ് തഴുകി കടന്നുപോയി. കാറ്റിന്റെ സ്നേഹപൂർവമായ തലോടലിൽ നിദ്രയിലേക്ക്. മയങ്ങിക്കിടന്ന എന്നെ തെക്കൻ കാറ്റ് മേഘത്തിന്റെ തുഞ്ചത്ത് കൊണ്ടുവച്ചു. മേഘം എന്നെയും കൊണ്ട് പറന്നു നടന്നു. താഴെ കടലുകൾ, പുഴകൾ, പൂന്തോട്ടങ്ങൾ, മണിമാളികകൾ, എന്തെല്ലാം കാഴ്ചകൾ! ഇത് തന്നെയല്ലേ വിനോദയാത്ര പോകുമ്പോൾ കാണാമെന്ന് ടീച്ചറും പറഞ്ഞത്? കടൽ കാണാൻ എന്ത് രസമാണ്! തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായി കരയിലേക്ക്. പാർക്കിൽ പലതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അയ്യോ, എൻ്റെ കൂട്ടുകാരല്ലേ അവിടെ കളിക്കുന്നത്? അവരെന്താ എന്നെ വിളിക്കാത്തത്? കൂട്ടുകാരെ ഞാനുമുണ്ട്. ഉറക്കെ വിളിച്ചിട്ടും അവർ കേൾക്കുന്നില്ലല്ലോ. ഉച്ചത്തിലൊന്ന് കൂവി നോക്കാം. കൂ കൂ കൂവൂ. എന്താ കുഞ്ഞുണ്ണി ഉറക്കത്തിൽ കിടന്നു പോകുന്നത്? രാവിലെ എണീക്കണം, കിടന്നുറങ്ങ്, അമ്മയാണ്. ഇവിടെ ചോദ്യങ്ങൾ നോക്കാം അല്ല നമുക്ക്. കടൽ കാണാൻ എന്ത് രസമാണ്. ഈ വാചകത്തെ എങ്ങനെയെല്ലാം മാറ്റി എഴുതാം? എങ്ങനെയൊക്കെ മാറ്റി എഴുതാം? എന്ത് രസമാണ് കടൽ കാണാൻ. കടൽ എന്ത് രസമാണ് കാണാൻ, അങ്ങനെ എഴുതാം അല്ലേ? ഇനിയോ, ഉറക്കം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു വാക്ക് കഥയിൽ തന്നെയുണ്ട്. എന്താണത്? നിദ്ര അല്ലേ? എന്താണ്? നിദ്ര, എന്നർത്ഥം. നിദ്ര എന്ന വാക്ക് ഇതിലുണ്ടോ? ഉണ്ട്, ഇവിടെ തന്നെയുണ്ട്. എവിടെ നോക്കാം നമുക്ക്? നിദ്ര. നിദ്ര കണ്ടോ? ഇനി അടുത്തത്, സ്വപ്നയാത്രയിൽ കുട്ടി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? കടലിന്റെ കാഴ്ചകളൊക്കെ കണ്ടു അല്ലേ? കടലുകൾ, പുഴകൾ, പൂന്തോട്ടങ്ങൾ, മണിമാളികകൾ, പാർക്കിൽ പലതരം പൂക്കൾ, പാർക്കിൽ കളിക്കുന്ന കൂട്ടുകാർ, കരയിലേക്ക് തിരയടിച്ചു വരുന്ന തിരമാലകൾ, ഇതൊക്കെയാണ് ഉറക്കത്തിൽ അവർ കണ്ടത്. അല്ലേ? ഇനി 4ാമത്തെ ചോദ്യം, കൂട്ടുകാർ പാർക്കിൽ എന്തെല്ലാം കളികൾ കളിച്ചിട്ടുണ്ടാവും? സങ്കല്പിച്ചെഴുതാനാണ് പറയുന്നത്. എന്തെല്ലാം കളികൾ കണ്ടാലും കൂട്ടുകാർ ഊഞ്ഞാലിലും റൈഡുകളിലുമൊക്കെ കയറിയിട്ടുണ്ടാവും. പട്ടം പറത്തി കളിച്ചിട്ടുണ്ടാകും അല്ലേ? ഓക്കെ. ഇനി 5ാമത്തെ, ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് കൊടുക്കണം, ഒരു ഹെഡിങ് കൊടുക്കണം. എന്ത് ഹെഡിങ് കൊടുക്കാം നമുക്ക്? കുഞ്ഞുണ്ണിയുടെ സ്വപ്നം അല്ലേ? കുഞ്ഞുണ്ണി കണ്ട സ്വപ്നം, കുഞ്ഞുണ്ണിയുടെ ദിവാസ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി 2ാമത്തെ പ്രവർത്തനം സംഭാഷണം തയ്യാറാക്കാനാണ്. രാവിലെ സ്കൂളിലെത്തിയ കുഞ്ഞുണ്ണി തൻ്റെ കൂട്ടുകാരനായ കിട്ടുണ്ണിയോട് തലേ ദിവസം കണ്ട സ്വപ്നത്തെക്കുറിച്ച് സംസാരിച്ചു. അവർ തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കുക. കിട്ടുണ്ണി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു അല്ല, കുഞ്ഞുണ്ണി പറഞ്ഞു. അപ്പൊ കിട്ടുണ്ണി എന്ത് പറയും? അല്ലേ? സ്വപ്നമോ? എന്ത് സ്വപ്നം? ബാക്കിയുള്ള കാര്യങ്ങൾ മക്കൾ പൂർത്തിയാക്കണം. എങ്ങനെ എഴുതാം നമുക്ക്? എന്ത് സ്വപ്നം കുഞ്ഞുണ്ണി? ആകാശത്തിലൂടെ പറന്നു നടക്കുന്നത്. അപ്പൊ കിട്ടുണ്ണി ചോദിക്കും, ആകാശത്തിൽ നീ എന്തെല്ലാം കണ്ടു? കുഞ്ഞുണ്ണി, നല്ല രസമുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടു. കിട്ടുണ്ണി പറയും, എനിക്കും അങ്ങനെ ഒരു സ്വപ്നം കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നീ വിഷമിക്കണ്ട, നമ്മൾ സ്വപ്നതുല്യമായ ഒരു യാത്രയല്ലേ പോകുന്നത്. കിട്ടുണ്ണി, ശരിയാ, ഈ യാത്ര നമുക്ക് അടിപൊളിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇവർ തമ്മിലുള്ള സംഭാഷണം. ഇനി അടുത്തത് പ്രവർത്തനം 3, ഒരു കത്തെഴുതാനാണ്. കുഞ്ഞുണ്ണിയുടെ വിനോദയാത്ര ഗംഭീരമായിരുന്നു. ആട്ടവും പാട്ടും കളിചിരികളും ഒക്കെയായി വിനോദയാത്ര കുട്ടികൾ അടിച്ചു പൊളിച്ചു. കുട്ടികളോടൊപ്പം അധ്യാപകരും നൃത്തം വെച്ചു. തിരുവനന്തപുരം മൃഗശാലയും കോവളം ബീച്ചും പത്മനാഭസ്വാമി ക്ഷേത്രവും കണ്ട് രാത്രിയോടെ അവർ തിരിച്ച് സ്കൂളിലെത്തി. പോയ ആവേശമൊന്നും മടക്കയാത്രയിൽ ഉണ്ടായില്ല. യാത്ര അവസാനിച്ചല്ലോ എന്നോർത്ത് എല്ലാവരും മൂകരായിരുന്നു. തിരിച്ചെത്തിയ കുഞ്ഞുണ്ണി വിനോദയാത്രയെക്കുറിച്ച് മിനിക്കുട്ടിക്ക് കത്തെഴുതി. എന്തായിരിക്കാം ആ കത്ത്? അപ്പൊ യാത്ര പോയതിനെ കുറിച്ച് കത്തെഴുതണം. അപ്പൊ നമുക്ക് ഡേറ്റും സ്ഥലമൊക്കെ കൊടുക്കാം. പ്രിയപ്പെട്ട മീനുക്കുട്ടിക്ക്, നിനക്ക് അവിടെ സുഖമെന്ന് കരുതട്ടെ. നമ്മുടെ വിനോദയാത്രയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. യാത്ര വളരെ രസകരമായിരുന്നു. യാത്രയിലുടനീളം ആട്ടവും പാട്ടും കളിചിരികളുമായി ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു. ടീച്ചർമാരും ഞങ്ങളോടൊപ്പം ഡാൻസ് കളിച്ചു. ഞങ്ങൾ ആദ്യം പോയത് തിരുവനന്തപുരം മൃഗശാലയിലേക്കാണ്. എത്രയെത്ര മൃഗങ്ങൾ! കടുവയെയും സിംഹത്തെയും കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഒത്തിരി പക്ഷികളും കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. നിനക്ക് മൃഗങ്ങളെ ഇഷ്ടമല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വലിയ ഗോപുരവും ശില്പങ്ങളും എന്ത് രസമാണെന്നോ. കോവളം ബീച്ചിലിറങ്ങി ഞങ്ങൾ കുറേ നേരം കളിച്ചു. രാത്രിയോടെയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിയത്. പോയപ്പോഴുള്ള ആവേശമൊന്നും മടക്കയാത്രയിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. യാത്ര തീർന്നല്ലോ എന്നോർത്തപ്പോൾ
എല്ലാവർക്കും വിഷമമായി. എന്നാലും ഈ യാത്ര ഒരുപാട് നല്ല ഓർമ്മകൾ തന്നു. അടുത്ത തവണ വിനോദയാത്ര പോകുമ്പോൾ നീ എന്തായാലും വരണം. കത്ത് ചുരുക്കുന്നു. സ്നേഹത്തോടെ കുഞ്ഞുണ്ണി എന്നും പറഞ്ഞ് കത്തെഴുതാം. അല്ലേ? നല്ലതല്ലേ? ഇനി 4-മത്തെ വിവരണം തയ്യാറാക്കാനാണ്. കുഞ്ഞുണ്ണിയുടെ സ്വപ്നയാത്ര നമ്മൾ വായിച്ചില്ലേ? ഇതുപോലത്തെ മേഘത്തിന്റെ ചിറകിൽ കയറിയുള്ള നിങ്ങളുടെ ഒരു സങ്കല്പ യാത്ര വിവരണം തയ്യാറാക്കുക. മേഘത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതും മക്കളെ? നമുക്കൊന്ന് എഴുതി വെക്കാം. കളിപ്പാട്ടങ്ങൾ പോലെ കെട്ടിടങ്ങളും താഴെ വീടുകളും. തണുത്ത കാറ്റടിച്ചപ്പോൾ കുളിരു തോന്നി. ചന്ദ്രൻ ഒരു വലിയ വെള്ളിത്തളിക പോലെ കാണാമായിരുന്നു. നക്ഷത്രങ്ങളെ തൊടാനായി ഞാൻ കൈനീട്ടി. മഴവില്ലിന്റെ തുഞ്ചത്ത് കയറിയിരുന്നു കാഴ്ചകൾ കണ്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ എൻ്റെ കട്ടിലിൽ കിടക്കുന്നു. അല്ലേ? അപ്പൊ സ്വപ്നം കാണുകയാണ്. ശരിക്കും മേഘത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, പക്ഷെ നമുക്ക് സ്വപ്നം കാണാം. അല്ലേ? ഇനി 5-മത്തെ പ്രവർത്തനം എന്താ നോക്കൂ. കവിത പൂർത്തിയാക്കാം. തെയ്യാരോ തക തെയ്യാരോ തക തെയ്യാരോ, ബാറ്റും ബോളും വെച്ചിട്ടുള്ളൊരു കളിയാണല്ലോ ക്രിക്കറ്റ്. പന്തും തട്ടി പാഞ്ഞു നടക്കും കളിയാണല്ലോ ഫുട്ബോള്. ആനയും കുതിരയും അജ്ഞിയുമെല്ലാം ഉള്ളൊരു കളി ചെസ്സല്ലോ. ഇതുപോലെ വേറൊരു ഈ പാട്ട് കവിത നിങ്ങൾ എങ്ങനെ പൂർത്തിയാക്കും? ഇതുപോലെ എങ്ങനെ നമുക്ക് പൂർത്തിയാക്കാം? അല്ലേ? നെറ്റും ബാറ്റും ടെന്നീസ് കോക്കും ചേർന്നൊരു കളിയാം ബാഡ്മിന്റൺ. വലിയൊരു ബോർഡും കരുക്കളുമുള്ള കളിയാണല്ലോ കാരംസ്. അല്ലേ? ഇതുപോലെ വേറെയും കവിതകൾ മക്കൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ 4-ാം ക്ലാസ്സിലെ മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പർ. അല്ലേ? ഈ ചോദ്യപേപ്പർ മക്കൾ ഇഷ്ടമായോ? അപ്പം ഇത് നിങ്ങൾ നന്നായി പഠിച്ച് തയ്യാറാവണം കേട്ടോ. നന്നായി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകണം. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും താങ്ക് യു.